പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു വലിയ കൊലപാതകത്തിൻ്റെ അവസാനം അയാൾക്ക് വധശിക്ഷ തന്നെ കിട്ടി. പക്ഷേ ആ വധശിക്ഷ നടപ്പിലാക്കുകയും കൂടി വേണമല്ലേ. അത് എന്തൊക്കെയാവുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്ത് തന്നെ ആയാലും നമുക്ക് ഇപ്പോൾ ഒരു നല്ല വാർത്തയാണ് കിട്ടിയിട്ടുള്ളത്. 2017 നടന്ന ഒരു സംഭവമാണ്, മലപ്പുറത്ത് നടന്നൊരു സംഭവം. നജ്മുദ്ദീൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അദ്ദേഹത്തിൻ്റെ അറവശാലയിൽ കൊണ്ടുപോയിട്ട് വളരെ ക്രൂരമായി വെട്ടി നുറുക്കി കൊന്നു എന്നാണ് കേസ്. നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം. ഇത്തരത്തിൽ കടുത്തൊരു കൊലപാതകമാണ് നടത്തിയത്. അതിനാണ് ഇപ്പോൾ വധശിക്ഷ ലഭിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഭാര്യയെ അറവുശാലയിൽ എത്തിച്ച് കഴുത്തറുത്ത് കൊന്ന ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിക്കാണ് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. മഞ്ചേരി 2ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2017 ജൂലൈ 23-നാണ് ഭാര്യയെ സ്വന്തം അറവുശാലയിൽ എത്തിച്ച് കൊലപ്പെടുത്തിയത്. ഈ സംശയത്തിന്റെ പേരിലായിരുന്നു നജ്മുദ്ദീൻ ഭാര്യയെ കൊലപ്പെടുത്തിയത്. ഈ പരപ്പനങ്ങാടി അഞ്ചുപുര സ്വദേശിയാണ്. അയാളുടെ സ്വന്തം അറവുശാലയാണ്, ഈ നജ്മുദ്ദീന്റെ സ്വന്തം അറവുശാലയാണ്. അവിടെ റഹീനെ എത്തിക്കുകയായിരുന്നു. ഭാര്യ റഹീനയുമായിട്ട് ഏറെ കാലമായിട്ട് പിരിഞ്ഞു കഴിയുകയായിരുന്നു. താമരശ്ശേരി കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം മറ്റൊരാളെ 2ാം ഭാര്യയെ വിവാഹം കഴിച്ചു. അതിനുശേഷമാണ് വീണ്ടും ഈ ഭാര്യയെ കോടതിയൊക്കെ വിധിച്ചിരുന്നു. ഈ ഭാര്യയുമായിട്ടുള്ള ഈ കേസിൽ തീർപ്പാക്കിയിരുന്നു. അതിനുശേഷമാണ് ആദ്യ ഭാര്യയുമായിട്ട് ബന്ധമുണ്ടാക്കി വാടക വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഇതിനിടെ അറവുശാലയിൽ മറ്റ് ജീവനക്കാരില്ല, അതുകൊണ്ട് സഹായിക്കാൻ വരണം എന്നാവശ്യപ്പെട്ടാണ് ഭാര്യയെ പുലർച്ചെ 2 മണിക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ അറവുശാലയിൽ എത്തിയ ശേഷം ഭാര്യയെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം രക്ഷപ്പെട്ട പ്രതി നജ്മുദ്ദീനെ പോലീസ് 2 ദിവസത്തിന് ശേഷമാണ് പിടികൂടിയത്. ഈ കേസിൽ മഞ്ചേരി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടല്ലോ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആലോചിക്കും. പക്ഷേ ഒരു അറവുശാലയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ഇതൊക്കെ ഈസി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താ, ഭാഗ്യത്തിന് അയാൾ അത് ബീഫാണ് മട്ടനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കും കൊടുത്തില്ലല്ലോ. അതെന്നെ ഭാഗ്യം എന്ന് വിചാരിക്കാം. എന്ത് തന്നെ ആയാലും ഭാര്യയുമായിട്ട് പിണങ്ങി കഴിയുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഭാര്യയെ ഡിവോഴ്സൊക്കെ ആയിട്ട് കോടതിയിൽ പ്രശ്നമൊക്കെ ആയിരുന്നു. ഡിവോഴ്സൊക്കെ ആയി അയാൾ വേറെ കല്യാണമൊക്കെ കഴിച്ചു. അതിനുശേഷം വീണ്ടും ഈ ആദ്യ ഭാര്യയായിട്ട് വീണ്ടും ഇയാൾ സ്നേഹത്തിലാവുകയും പിന്നെ എന്തെങ്കിലും ഉള്ളിൽ ആയിട്ടായിരിക്കും അല്ലേ, ഉള്ളിൽ ഇത് കൊല്ലാനുള്ള പക ഉള്ളിൽ വെച്ചിട്ടായിരിക്കണം ഇയാൾ പിന്നെയും അടുത്തിട്ടുണ്ടാവുക. അല്ലാതെ ഇഷ്ടം കൊണ്ടൊന്നും ആയിരിക്കില്ല. പക്ഷേ ആ പാവം സ്ത്രീ ഇയാളെ വിശ്വസിച്ച് പിന്നെയും ഇയാളുടെ കൂടെ തന്നെ ഇയാളൊരു വാടക വീടൊക്കെ എടുത്തു കൊടുത്ത് അവിടെ താമസിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം ഒരു ദിവസം ഇയാളുടെ അറവുശാലയിൽ പണിക്കാരൊന്നുമില്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരണം എന്ന് പറഞ്ഞ് പുലർച്ചെ 2 മണിക്കോ മറ്റോ ഈ സ്ത്രീയെ അവിടെ എത്തിക്കുകയും വളരെ പൈശാചികമായ രീതിയിൽ കൊല്ലുകയും ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷേ ബുദ്ധിയില്ലാത്ത ആൾ മനസ്സിലാക്കണമായിരുന്നു ഇന്ന് ഏത് തരത്തിൽ കൊന്നാലും പിടിക്കപ്പെടും എന്നുള്ള കാര്യം. എല്ലാവരും വിചാരിക്കും സൈലൻ്റായിട്ട് ഭാര്യനെ കൊല്ല, അല്ലെങ്കിൽ ഭാര്യ അങ്ങോട്ടും വിചാരിക്കും സൈലൻ്റായിട്ട് കൊല്ല. ഇനി എങ്ങനെ കൊല്ലാൻ ശ്രമിച്ചാലും പോലീസ് പിടിക്കും, ഉണ്ട തിന്നാന്നുള്ളതാണ് എല്ലാവരും ആലോചിക്കേണ്ടത്. കൊല്ലാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് മുന്നേ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണിത്. ബാക്കിയുള്ള കാലം ഒന്നുകിൽ ജയിലിൽ ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷയൊക്കെ കിട്ടുന്നുള്ള കാര്യം ആലോചിച്ചിട്ട് വേണം ഇങ്ങനത്തേനൊക്കെ ഇറങ്ങി പുറപ്പെടാൻ എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇത്രയും വർഷം എടുത്തെങ്കിലും ആ വിധി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാൾ വേറെ കല്യാണമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കുകയായിരുന്നു. അപ്പോൾ ആ ഭാര്യനോടുള്ള ആ പക മനസ്സിൽ വെച്ച് നീ അങ്ങനെ ജീവിക്കണ്ട എന്നുള്ള ആ ഒരു മനസ്സിലെ ആ ഒരു ഇതുകൊണ്ട് അതിനെ പോയിട്ട് കൊന്നു അല്ലേ. ഒരു വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നത്? അറവുശാലയിലുള്ളവർക്ക് പറ്റാതിരിക്കില്ലല്ലോ. ഇപ്പോൾ സാധാരണക്കാരായ മനുഷ്യർ പോലും ഇപ്പോൾ ചെയ്യുന്നുണ്ട് അല്ലേ. ഭാര്യ ആയാലും ഭർത്താവായാലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുകയും അതുപോലെ തന്നെ കൊല്ലാക്കൊല ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പരസ്പരം ഒത്തുപോകാൻ കഴിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ രണ്ടാളും, ഇപ്പോൾ ഭാര്യയാണെങ്കിൽ ഭർത്താവിനെയും ഭർത്താവാണെങ്കിൽ ഭാര്യയെ അവർ പിരിയുന്നത് തന്നെയാണ് നല്ലതല്ലേ. അല്ലാണ്ട് ഇങ്ങനെ പരസ്പരം കൊല്ലാനുള്ള മനസ്സൊക്കെ വെച്ച് വെറുതെ എന്തിനാണ് ഇങ്ങനെ തള്ളി നീക്കുന്നത്? ആ പരസ്പരം മടിയൊക്കെ കഴിഞ്ഞ് അതൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറായ സംഭവം തന്നെയാണ്. ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് ഒരാളെ കൊല്ലാനുള്ള അവകാശമേ ഉള്ളൂ. പിന്നെ ഭാര്യ എന്ന് പറയുന്നത് ഭാര്യയും അതുപോലെ തന്നെ വിചാരിക്കണം അല്ലേ. ഭർത്താവാണ് നമ്മളെ നോക്കുന്നത്. അപ്പോൾ ഭർത്താവിനോടുള്ള ബഹുമാനവും ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ജീവിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള പക പരസ്പരം ഉണ്ടാവുകയും ഒരു ഫാമിലി തന്നെ നശിക്കാനൊക്കെയുള്ള ഇടയുണ്ടാവും എന്നുള്ളത് നമുക്ക് ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്ത് തന്നെയായാലും ഈ കേസ്
കേസിൻ്റെ ആ ഒരു സംഭവം വായിച്ച് കേട്ടപ്പോൾ ഒരു പേടിയാണ് ശരിക്കും പറഞ്ഞാൽ തോന്നിയത്. അറവുശാലയിലൊക്കെ കൊണ്ടുപോയി കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏതൊക്കെയോ തരത്തിൽ ഇപ്പോൾ ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമമാണല്ലേ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്ക് എല്ലാവരെയും ഒന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും അറിയണം. നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലെയുള്ള റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തിനായാലും അയാൾക്കിപ്പം ഇനി ജയിലിൽ പോയിട്ട് കിടക്കാൻ വധശിക്ഷയൊക്കെ എപ്പോൾ വിധിക്കുന്നൊന്നും അറിയില്ല. ഭാര്യയെ വളരെ ക്രൂരമായിട്ടാണല്ലോ കൊന്നത്. ജീവിക്കാൻ വിടൂല എന്നുള്ള പകയും വെച്ചിട്ടായിരിക്കും അല്ലേ. എന്താ കഥ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ. മറക്കരുത് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്.